വിശ്വസിച്ചിട്ട് കർത്താവിങ്കിലേക്ക് കടന്നു വരുന്നവരെ, തിരുവചനത്തെ ഏറ്റെടുത്തിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പെട്ടക്കണം. അവരെ ഉപദേശിച്ചുകൊണ്ട് അവരെ ആരാക്കി തീർക്കണം, ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാരുണ്ടാകണം, കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കർത്താവിനെ പോലെ ആയിത്തീരുവാൻ, കർത്താവിങ്കിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കുവാൻ ഒക്കെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോടുള്ള അഭേദ്യമായ ബന്ധമാണ് ക്രിസ്തുവിലൂടെ, വീണ്ടും ജനനത്തിലൂടെ കർത്താവിൻ്റെ മക്കളായി തീർന്നവർക്ക് ആമേൻ ആകേണ്ടതായ ആവശ്യം എന്ന് പറയുന്നത് അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കണം ഈ ഭൂമിയിലെ ജീവിതത്തിൽ. 1-ാം നൂറ്റാണ്ടിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അവർ കർത്താവിൽ നിന്ന് കണ്ടും കേട്ടും പഠിച്ചതുപോലെ നമുക്കിന്ന് തിരുവചനം തന്നിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉപദേശിച്ച കാര്യങ്ങളുണ്ട്, നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. നമുക്കതെല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒന്നാമതായി ഞാൻ വായിക്കുന്നതായ, പറയുവാൻ ഉദ്ദേശിക്കുന്നതായ, തുടങ്ങുന്നതായ വചനം എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത് വാക്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ ആരായിത്തീരുന്നുവോ അവർ പുതിയ സൃഷ്ടി ആയിത്തീരുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഒരു പുതിയ ജീവിതം. അതാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് നിക്കോദീമസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നിനക്ക് ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ, അഥവാ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്കും നിത്യത്തിലേക്കും ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ വീണ്ടും ജനനം ആവശ്യമാണ്, പുതുജനനം ആവശ്യമുണ്ട്. അപ്പോൾ പുതുജനനത്തിൽ കൂടെ ക്രിസ്തുവിലാകുകയാണ്. അഥവാ തിരുവചനത്തിലെ നമ്മുടെ ഹൃദയത്തോട് സ്പർശിച്ചതായി ഇടപെട്ടതായ ഒരു വചന നിമിത്തമായി. കാരണം വചനം എന്താണ്? വചനം ആത്മാവാകുന്നു, വചനം ദൈവമാകുന്നു. അതിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ സ്വീകരിച്ചാൽ ദൈവത്തെയാണ്, യേശുവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് ഒരു മനുഷ്യൻ ക്രിസ്തുവിലായിത്തീരുക. ക്രിസ്തുവിലായിത്തീരുമ്പോൾ നിക്കോദീമസിനോട് പറഞ്ഞതുപോലെ അവനൊരു പുതുജനനത്തിലേക്ക്, പുതിയ ജന്മത്തിലേക്ക് എത്തിച്ചേരുക. അത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എവിടുന്ന് ആണെന്ന് ഉള്ളതിനേക്കാളും അപ്പുറത്തായി. അതെ, നമ്മുടെ പണ്ടുള്ള ജീവിതം ഏതോ എവിടെയോ എവിടെ ജനിച്ചോ അതൊന്നുമല്ല ഇവിടെ വിഷയം. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചവർ അവർ ക്രിസ്തുവിലാകുന്നു. അവർ ക്രിസ്തുവിലാകുമ്പോൾ അവർ പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അന്ന് മുതൽ അവർ ആരാകുന്നു? യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരായിത്തീരുകയാണ്, കർത്താവിനെ പിൻപറ്റുന്നവരായിത്തീരുകയാണ്. പിന്നെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ആവശ്യം എന്ന് പറയുന്നത്, എനിക്ക് ഈ നല്ലവനായി എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കണമെന്നുള്ളതാണ്, കർത്താവിനെ പിൻപറ്റണം എന്നുള്ളതാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നത്, നമുക്ക് ശക്തി തരുന്നത് അതിനു വേണ്ടിയാണ്, കർത്താവിനെ പിൻപറ്റുവാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുവൻ ക്രിസ്തുവിലായി തീർന്നു കഴിഞ്ഞാൽ, ഹൂ ഐ ആം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞാൻ ആര്, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ഒരു അഭിമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിൽ നാം ആരാണ്? ആമേൻ. ഒന്നാമത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ആരായിത്തീരുന്നു? ദൈവത്തിൻ്റെ മകൾ അല്ലെങ്കിൽ മകളായിത്തീരുന്നു, ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവനുണ്ടാകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി എന്ന് പറയുന്നത് എന്താകുന്നു? അവനൊരു അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ ദൈവ മക്കളായി യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ അംഗീകാരം എന്ന് പറയുന്നത്, ദൈവം നമ്മളെ അംഗീകരിച്ചു. ആരെ അംഗീകരിച്ചു? തൻ്റെ മകനായി ദൈവം നമ്മളെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിൽ നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. അപ്പോൾ ഈ ലോകത്തിലെ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലുമായിട്ട് അംഗീകരിച്ച് ഒരു സ്ഥാനത്തേക്ക് നമ്മളെ ആക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയെന്ന് ഒക്കെ ഉള്ളതായ ഈ ലോകത്തിലെ താൽക്കാലികമായുള്ള അംഗീകാരത്തെക്കാളും അപ്പുറത്തായി ഒരു വലിയ അംഗീകാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി തന്നപ്പോൾ
ആ ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ ആരാക്കി തീർക്കുന്നു? ദൈവത്തിന്റെ മക്കളാക്കി ദൈവം തീർക്കുന്നു എന്നുള്ള അത്ഭുതകരമായ ആ അനുഭവത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. അപ്പോൾ നമുക്ക് ലഭിച്ചതായ ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ലഭ്യമായി തീർന്ന അംഗീകാരം, ദൈവത്താലുള്ള സ്വർഗത്തിൽ നിന്നുള്ള അംഗീകാരം എന്ന് പറയുന്നത് ഇവൻ എൻ്റെ മകനാണ്, ഇവൻ എൻ്റെ മകളാണെന്നുള്ളതായ അംഗീകാരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഇന്ന് ഓർക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയട്ടെ. ആത്മാവിൻ്റെ ഒരു നിറവുണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്നെ സ്വർഗം തൻ്റെ മകനായി, മകളായി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. ഐ ആം അക്സെപ്റ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ എൻ്റെ കർത്താവിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടതായ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, തുടർമാനമായി ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.